നമസ്കാരം. കേരളത്തിൽ UDF മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ചർച്ചകൾ ശക്തമാണ്. വോട്ടെണ്ണാൻ ഇനിയും ദിവസങ്ങളുണ്ട്. പക്ഷേ അധികാരത്തിൽ വരുന്നത് UDF ആണെന്ന് UDF നേതൃത്വം ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ വിശ്വാസം തന്നെയാണ് മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസിലും വാക്പോര് ശക്തമാകാൻ കാരണം. രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് UDFൽ ചർച്ചകൾ ശക്തമാകുന്നത്. ഇവർക്കെല്ലാം വേണ്ടി നേതാക്കൾ നിലകൊള്ളുകയും തരാതരം നിലപാട് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി UDF പക്ഷത്തു നിന്നെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആരെന്ന ചോദ്യം കൊച്ചിയിൽ നിന്നും കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ് ഉയർത്തുന്നത്. കോൺഗ്രസിൽ നിന്നും മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനത്തെ എത്തുക ഹൈക്കമാൻഡാണ്. കോൺഗ്രസിൽ ഒരുപാട് നേതാക്കളുണ്ട്. ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യം ഹൈക്കമാൻഡ് ചർച്ച ചെയ്തു പറയും. മുഖ്യമന്ത്രി സ്ഥാനത്ത് UDF എങ്കിൽ പ്രതിപക്ഷ നേതാവ് ആരെന്ന കാര്യം എന്താണ് മാധ്യമങ്ങൾ ചർച്ചയാക്കാത്തതെന്നാണ് ദീപ്തി ചോദിച്ചത്. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകുമോ, അതോ മുഹമ്മദ് റിയാസ് ആണോ പ്രതിപക്ഷ നേതാവാകാൻ പോകുന്നത്? ഇതെന്താണ് മാധ്യമങ്ങൾ CPM നേതാക്കളോട് ചോദിക്കാത്തത്? ദീപ്തി പറയുന്നു. എന്തായാലും ദീപ്തിയുടെ ചോദ്യം കുറിക്കുകൊണ്ട മട്ടാണ്. രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ഭരണത്തിൽ UDF ആണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്ന കാര്യത്തിൽ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. CPMലും ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും ഭരണം കൈവിടില്ലെന്ന നിഗമനത്തിലാണ് CPMും LDFും. നേരിയ ഭൂരിപക്ഷത്തിന് LDF തന്നെ ഭരണത്തിലെത്തിയേക്കും എന്ന കണക്കുകളാണ് പാർട്ടി കേന്ദ്രങ്ങൾക്ക് മുന്നിലുള്ളത്. ഇത് സംബന്ധിച്ച് CPM PP-യും അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. LDF വീണ്ടും ഭരണത്തിൽ വരുമെന്ന കാര്യത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിക്ക് സംശയമില്ല. പക്ഷെ അത് നേരിയ ഭൂരിപക്ഷത്തിൽ തന്നെ ആയിരിക്കും എന്നാണ് ബേബി വിശദമാക്കിയത്. അഥവാ ഭരണം കിട്ടിയില്ലെങ്കിൽ ആരാവും പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം പാർട്ടിക്കുള്ളിൽ നിന്ന് വന്നിട്ടുമില്ല. പിണറായി വിജയൻ തന്നെയാകുമോ പ്രതിപക്ഷ നേതാവ്, അതോ ശൈലജ ടീച്ചറോ എന്ന കാര്യത്തിലൊന്നും ധാരണയായിട്ടില്ല. പിണറായി വിജയൻ ശാരീരിക അസ്വസ്ഥതകൾ അലട്ടുന്നുണ്ട്. മട്ടന്നൂർ സീറ്റിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന ശൈലജയെ ഇക്കുറി പേരാവൂർ പിടിക്കാനാണ് പാർട്ടി നിയോഗിച്ചത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആണ് ഇവിടെ എതിരാളി. കോൺഗ്രസ് സീറ്റിൽ നിന്നും ശൈലജ ജയിക്കുമോ എന്ന് വ്യക്തമാകാൻ വോട്ടെണ്ണൽ കഴിയും വരെ കാക്കേണ്ടി വരും. ശൈലജ അല്ലെങ്കിൽ മറ്റാര് എന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. ഫലമറിഞ്ഞ ശേഷം മാത്രമേ ഈ കാര്യത്തിലേക്ക് CPM കടക്കാൻ സാധ്യതയുള്ളൂ. എന്തായാലും ദീപ്തി കനൽ എരിയിച്ചതോടെ CPMലും ഈ കാര്യത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കാനാണ് സാധ്യത.